സ്വാമിയെ ശരണമയ്യപ്പ. ആഗോള നിക്ഷേപക സംഗമത്തിന് ശേഷം കേരള ഗവൺമെൻറ് അവതരിപ്പിക്കുന്ന പുതിയ പരിപാടിയാണ് ആഗോള അയ്യപ്പ സംഗമം. അയ്യപ്പൻ എന്ന് വെച്ചാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ശബരിമല ധർമ്മശാസ്താവിനെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതായത് ആഗോളതലത്തിൽ ഉള്ള അയ്യപ്പ ഭക്തന്മാരെ കേരളത്തിലേക്ക് ആകർഷിക്കാനും ശബരിമലയുടെ മഹത്വം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും അങ്ങനെ ഇതിനെ ഒരു അന്താരാഷ്ട്ര തീർത്ഥാടക കേന്ദ്രമാക്കി മാറ്റാനുമുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പദ്ധതിയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം. ഇത്ര നാളും അയ്യപ്പൻ അവിടെ ഉണ്ടായിരുന്നു, ശാസ്താവും അവിടെ ഉണ്ടായിരുന്നു, ശബരിമലയോ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ആഗോളതലത്തിൽ എത്തിക്കണം എന്ന ചിന്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ഉണ്ടായില്ല, കേരള സർക്കാരിനും ഉണ്ടായില്ല, അതാത് കാലത്ത് ഈ വകുപ്പ് കൈയാളിയ മന്ത്രിമാർക്കും ഉണ്ടായില്ല. ഇത്ര കാലം നമ്മുടെ രാധാകൃഷ്ണനായിരുന്നല്ലോ വകുപ്പ് മന്ത്രി. അദ്ദേഹത്തിന് ഈ തീർത്ഥം കയ്യിലൊഴിക്കുമ്പോൾ ഇത് ചുണ്ടിൽ തേച്ച് കുടിക്കാനുള്ളതാണോ അതോ സാനിറ്റൈസർ പോലെ കൈ തിരുമാനുള്ളതാണെന്ന് പോലും അറിയില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ മന്ത്രി വാസവനാണ്. വാസവൻ കോട്ടയം ജില്ലക്കാരനാണ്. ശബരിമല ശാസ്താവിനെക്കുറിച്ചും അയ്യപ്പസ്വാമിയെക്കുറിച്ചുമൊക്കെ നല്ല ധാരണയുള്ള ആളാണ്. ആഗോളതലത്തിൽ തന്നെ അയ്യപ്പനെ ഒന്ന് എത്തിക്കണം എന്ന് നമ്മുടെ വാസവന് തോന്നി. അദ്ദേഹം അങ്ങനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ അയ്യപ്പ സംഗമം നടക്കാൻ പോവുകയാണ്. നിക്ഷേപക സംഗമം പോലെ ആയിരിക്കില്ല. 2000-ഓളം പ്രതിനിധികൾ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നായിട്ട് എത്തും. ഗയാനയിൽ നിന്ന് വരും, പിന്നെ പോർട്ടുഗലിൽ നിന്ന് വരും, എൽ സാൽവഡോറിൽ നിന്നും ക്യൂബയിൽ നിന്നൊക്കെ പ്രതിനിധികൾ വരും, അയ്യപ്പ ഭക്തന്മാർ. മിക്കവാറും എല്ലാം തന്നെ CPM കാരോ അവരുടെ സഹയാത്രികരോ ആയിരിക്കും. അവരുടെ വണ്ടിക്കൂലിയും താമസ ചെലവും ഭക്ഷണവും വിശ്രമവും എല്ലാം സർക്കാരിൻ്റെ ചെലവിൽ അഥവാ ദേവസ്വം ബോർഡിൻ്റെ കണക്കിലായിരിക്കും എഴുതുക എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ആരായിരിക്കും എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നവോത്ഥാന നായകനും കേരള ചക്രവർത്തിയുമായിട്ടുള്ള സാക്ഷാൽ പിണറായി മഹാരാജാവാണ്. അദ്ദേഹത്തിനുള്ള അത്ര അർഹത ഇതിന് വേറെ ആർക്കുമില്ല. കാരണം പുള്ളിയാണല്ലോ ശബരിമലയിൽ നവോത്ഥാനം ഉണ്ടാക്കി ബിന്ദു അമ്മിണി, കനകദുർഗ എന്ന് പറഞ്ഞ 2 ധീര വനിതകളെ രാത്രി കാലത്ത് ഈ ഇരുളിൻ്റെ മറവിൽ ചാക്കുടുപ്പിച്ച് ശബരിമല ഗേറ്റ് റെക്കോർഡ് സ്ഥാപിച്ചു. അങ്ങനെയുള്ള ജനുവരി 2 നമ്മുടെ നാട്ടിൽ നവോത്ഥാന ദിനമായിട്ട് അറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഈ പരിപാടിയിലേക്ക് നമ്മുടെ വാസവൻ തിരുമേനി തന്നെ നേരിട്ട് പോയി ഈ തമിഴ്നാട് മുഖ്യമന്ത്രി, തമിഴ്നാട് മുതൽ അമൈച്ചർ ആയിരിക്കുന്ന MK സ്റ്റാലിനെ കണ്ട് മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കണം എന്നാവശ്യപ്പെട്ടു. പക്ഷേ സ്റ്റാലിൻ ആ ദിവസങ്ങളിൽ മറ്റ് പല പരിപാടികളും നേരത്തെ ഏറ്റുപോയി. മാത്രമല്ല സ്റ്റാലിൻ കുറച്ചും കൂടി ഉളുപ്പുള്ള ആളാണ്. സ്റ്റാലിനും അദ്ദേഹത്തിൻ്റെ മകൻ ഉദയനിധിയും അറിയപ്പെടുന്ന നിരീശ്വരവാദികളാണ്. കാരണം അവർ ഭാര്യമാരെ അമ്പലത്തിൽ പോകുക വഴിപാട് കഴിപ്പിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും സ്റ്റാലിൻ ഒരിക്കലും നേരിട്ട് അമ്പലത്തിൽ പോയില്ല. പുള്ളി വീട്ടിൽ തന്നെ ഒരു പൂജാമുറി ഉണ്ടാക്കി അവിടെ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. പക്ഷേ പുള്ളി പുറമേക്ക് നിരീശ്വരവാദിയാണ്. പിണറായി വിജയനെ പോലെ ഈ ചക്കരയ്ക്ക് മുതുകളിന് ചെത്തുന്ന പരിപാടി പുള്ളിക്കില്ല. അതുകൊണ്ട് പുള്ളി പറഞ്ഞു, ഞാൻ വരികയില്ല, എനിക്ക് വരാൻ നിവൃത്തിയില്ല, സമയമില്ല, മുടിയാതെ എന്നാലേ മുടിയാതെ എന്ന്. അപ്പോൾ വാസവൻ പുറത്തു വന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തിന് നേരത്തെ ഉറപ്പിച്ച മറ്റ് പരിപാടികളിലുകൊണ്ട് വരാൻ നിവൃത്തിയില്ല. അതിന് പകരം ദേവസ്വം മന്ത്രി ശേഖർ ബാബു വരും. ശേഖർ ബാബു ദൈവവിശ്വാസിയാണ്. അദ്ദേഹം എല്ലാ കൊല്ലം ശബരിമലയ്ക്ക് കെട്ടുനിറച്ച് വരുന്ന ഒരു സാധാരണ ഭക്തനാണ്, അല്ലെങ്കിൽ ഒരു VIP ഭക്തനാണ്. ശേഖർ ബാബു വരും. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വേറെ ഒരു വ്യൂഹം, വേറെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഒക്കെ വരും. പിന്നെ തെലങ്കാനയിൽ നിന്നും വേറെ ആളുകൾ വരും, ആന്ധ്രയിൽ നിന്ന് വരും, വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേരെ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഡെലിഗേറ്റുകളായിട്ട് സ്ഥലത്തുള്ള മിക്കവാറും SFIക്കാർ, DYFIക്കാരും CITUക്കാരും എല്ലാവരും ഉണ്ടാവും. വാസവനുള്ള മന്ത്രി. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ഉണ്ടാവും എന്ന് നമുക്ക് ഉറപ്പിക്കാം. പിന്നെ ഈ വക പരിപാടികളൊക്കെ നടത്തിയിട്ട് വാസവന് പ്രത്യേകിച്ചൊരു വൈഭവമുണ്ട്. വാസവൻ വെറും വാസവനല്ല, ഈ ആശയഗംഭീരൻ എന്ന് പറഞ്ഞ പോലെ വാസവൻ വാസനാസമ്പന്നൻ എന്നൊരു ചൊല്ല് കോട്ടയത്തുണ്ട്. വാസനാസമ്പന്നനായ ഒരു മന്ത്രിയാണ്. സജി ചെറിയാനെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ശിവൻകുട്ടിയെ പോലെയുള്ളൊരു മന്ത്രിയല്ല. പുള്ളി വില്ലാളി വീരനാണ്. വില്ലാളി വീരൻ വീരമണികണ്ഠനാണ് നമ്മുടെ വാസവൻ. അതുകൊണ്ട് അയ്യപ്പസ്വാമിക്കുള്ള എല്ലാ വിശേഷങ്ങളും വാസവന് തുല്യ നിലയിൽ തന്നെ യോജിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ വാസവൻ്റെ പണ്ട് തൊട്ടുള്ള ഒരു ആരാധകനാണ്. പുള്ളി അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക നായകനും കൂടിയാണ്, വെറൊരു വാസവനല്ല. അപ്പോൾ ശബരിമല ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം ഇല്ലാത്തതുകൊണ്ട് ഈ സർക്കാരിന് പ്രത്യേകിച്ച് ദോഷവും സംഭവിക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ചും ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ശബരിമലയുടെ ചരിത്രത്തിൽ തന്നെ ഒരു വലിയ നാഴികക്കല്ലായിരിക്കും. എൻ്റെ ഓർമ്മയിൽ ഈ അയ്യപ്പസ്വാമിയുടെ മഹത്വം ലോകത്തെ അറിയിക്കാൻ ശ്രദ്ധിച്ച 2 പേര് ഉണ്ട്. ഒന്ന് FICTയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിരുന്ന MKK നായരാണ്. MKK നായർ FICTയുടെ ചെയർമാനിക്കുന്ന കാലത്ത് അദ്ദേഹം വലിയൊരു അയ്യപ്പ ഭക്തനാണ്, ശബരിമല ഭക്തനാണ്. അദ്ദേഹം മുൻകൈ എടുത്തിട്ടുണ്ട് അയ്യപ്പ ജ്യോതി എന്ന് പറഞ്ഞൊരു സംഭവം പണ്ട് നടത്തി.
ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ്, 1969 എന്നെനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ 68. 69 ഈ പരിപാടി നടത്തിയെന്ന് വെച്ചാൽ ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് കൊളുത്തിയ ഒരു ജ്യോതി, അതിനാണ് അയ്യപ്പ ജ്യോതി എന്നുള്ളത്. അത് കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ വരെ സഞ്ചരിക്കും. അതിൽ നിന്ന് നമ്മുടെ വീട്ടിലെ വിളക്കിലേക്ക് ദീപം കൊളുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അത് വലിയ സക്സസ് ആയിരുന്നു. അത് മാത്രമല്ല, അതിന് ശേഷം ശബരിമലയിലേക്കുള്ള ഭക്തന്മാരുടെ എണ്ണം വല്ലാതെ വർദ്ധിച്ചു എന്നുള്ളതാണ്. 1970 മുതൽക്കാണ് ശബരിമലയിലേക്ക് ഭയങ്കരമായ ഒരു പുരുഷാരം ഒഴുകിയെത്താൻ തുടങ്ങിയത്. രണ്ടാമത്തത് ഈ സിനിമാ നിർമ്മാതാവായ സുബ്രഹ്മണ്യം അതിൻ്റെ മെറിലാൻഡ് സ്റ്റുഡിയോ, അദ്ദേഹമാണ് സ്വാമി അയ്യപ്പൻ എന്ന സിനിമ എടുത്തത്. ഈ സ്വാമി അയ്യപ്പൻ വലിയൊരു കളക്ഷൻ ഹിറ്റായി. അതിൻ്റെ ലാഭം കൊണ്ടാണ് ശബരിമലയിലും ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത്. സ്വാമി അയ്യപ്പൻ റോഡ് ഒക്കെ ഉണ്ടാക്കിയത് അങ്ങനെ സുബ്രഹ്മണ്യം. ഈ സിനിമ തമിഴിലേക്ക് തെലുങ്കിലേക്കൊക്കെ ഡബ് ചെയ്ത് ആ സംസ്ഥാനങ്ങളിലൊക്കെ പ്രദർശിപ്പിച്ചു. അതിനുശേഷമാണ് ശബരിമലയിലേക്ക് തമിഴന്മാരും തെലുങ്കന്മാരും കന്നഡികരൊക്കെ ധാരാളം വരാൻ തുടങ്ങി. അത്ര പ്രസിദ്ധമായ സിനിമയായിരുന്നു. അപ്പോൾ അയ്യപ്പനാക്കിയതിൽ ഒരു പ്രധാന പങ്ക് ആ സിനിമയ്ക്കുണ്ട് എന്നുള്ളതാണ്. ഏതായാലും രണ്ടിന് ശേഷം ഇനിയിപ്പോൾ ശബരിമലയ്ക്ക് ഉണ്ടാകാൻ പോകുന്നൊരു വലിയ കുതിച്ചുകയറ്റം എന്ന് പറയുന്നത്, ഇപ്പോൾ സുബ്രഹ്മണ്യം വിചാരിച്ചിട്ട് പോലും MK നായർ വിചാരിച്ചിട്ട് പോലും കേരളത്തിന് ഒട്ടുക്ക് മാത്രമേ നടത്താൻ പറ്റൂ. സുബ്രഹ്മണ്യം അത് തെക്കേ ഇന്ത്യയിൽ മുഴുവനും വ്യാപിപ്പിച്ചു. ഇനി മന്ത്രി വാസവനും അദ്ദേഹത്തിൻ്റെ മുതലാളിയായ കേരള ചക്രവർത്തി സഖാവ് പിണറായി വിജയനും കൂടി അയ്യപ്പസ്വാമി ആഗോളതലത്തിലെത്തി. അതിനുശേഷം എന്ത് സംഭവിക്കും വെച്ചാൽ ലാത്വിയയിൽ നിന്നും ലിത്വാനിയയിൽ നിന്നും എസ്റ്റോണിയയിൽ നിന്നും പോളണ്ടിൽ നിന്നും ക്യൂബയിൽ നിന്നുമൊക്കെ ഒരുപാട് സഖാക്കൾ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്ക് മെത്തൈ എന്ന പാട്ട് പാടിക്കൊണ്ട് അയ്യപ്പനെ ദർശിക്കാൻ വേണ്ടി എല്ലാ വൃശ്ചികമാസവും 1-ാം തീയതി എന്തായിരിക്കും അത് അയ്യപ്പസ്വാമി ഇതൊക്കെ കാണാൻ ശക്തി തരണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഭക്തി നിർഭരമായി ശരണം വിളിച്ചുകൊണ്ട് ഈ പരിപാടി തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സ്വാമിയേ ശരണമയ്യപ്പ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.